ഹായ് ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഏറ്റവും കൂടുതലായിട്ട് നല്ലൊരു മൂവ്മെൻറ്റ് തന്നത് ബാങ്ക് നിഫ്റ്റിയായിരുന്നു. ഒരു പോസിറ്റീവായിട്ട് ചെറിയ ഗ്യാപ്പ് അപ്പിൽ രാവിലെ ഓപ്പൺ ചെയ്ത് തന്നെ അത്യാവശ്യം നല്ലൊരു ഗ്യാപ്പ് അപ്പിലാണ്. 1.2% അടുത്ത് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തു. അതിനുശേഷം ഒരു 1% മൂവ്മെൻറ്റ് ബാങ്ക് നിഫ്റ്റിയിൽ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഫസ്റ്റത്തെ ഒരു പുൾ ബാക്കിന് ശേഷം മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? സ്ലോ ആൻഡ് സ്റ്റഡി പതുക്കെ മാർക്കറ്റ് മേലേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഓരോ റെസിസ്റ്റൻസ് എത്തുന്ന സമയത്തും അവിടുന്ന് ചെറിയ റിട്രേസ്മെൻ്റ് എടുത്തിട്ട് മാർക്കറ്റ് പോയി. ഈ ഒരു ലെവലിലെത്തിയ സമയത്ത് നമ്മളൊരു റിവേഴ്സൽ കൃത്യം പറഞ്ഞാൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ഒരു ഏരിയയിൽ എത്തുന്ന സമയത്ത് 49,000 എന്നുള്ള റൗണ്ട് ലെവലിൽ എത്തുന്ന സമയത്താണ് നമ്മൾ റിവേഴ്സ് എക്സ്പെക്ട് ചെയ്തത്. പക്ഷേ മാർക്കറ്റ് എന്ത് ചെയ്തു? ഇവിടെ റിവേഴ്സിൽ കയറി പിന്നീട് ഒരു ഷാർപ്പ് ഫാൾ എന്ന ലെവലിലാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്തത്. അപ്പോൾ ഇന്ന് നന്നായിട്ട് മൂവ് ചെയ്തു. അതേപോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ നിഫ്റ്റിയും സെൻസെക്സും ഫാൾ ചെയ്യുന്ന സമയത്തും ഡെയിലി ക്യാൻഡിൽ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കറിയാൻ പറ്റും ബാങ്ക് നിഫ്റ്റിയാണ് എന്ത് ചെയ്തുള്ളത് കുറച്ച് റിക്കവറി തന്ന് തുടങ്ങിയിട്ടുള്ളത്. ഏകദേശം ഓൾ ടൈം ഹൈ ഇന്ന് ഏകദേശം 11% ഫാൾ ചെയ്തിട്ടാണ് ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി നിൽക്കുന്നത്. അതേപോലെ നിഫ്റ്റി ആണെങ്കിൽ ഒരു 15% ഫാള് തന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ശരിക്ക് നിഫ്റ്റിയാണ് കുറച്ചും കൂടെ മുമ്പിൽ കയറി പോകേണ്ടത്. മേലേക്ക് പോകുന്ന സമയത്ത്, താഴേക്ക് വരുന്ന സമയത്ത് നിഫ്റ്റി ബാങ്ക് കുറച്ച് ഇറങ്ങി വരാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്? അത് ടോട്ടലി നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നാളെ മാർക്കറ്റിൽ എങ്ങനെ ട്രേഡ് പ്ലാൻ ചെയ്യാമെന്നുള്ളതാണ്. ഓൾറെഡി ഒരു വൈകുന്നേരത്തെ ഒരു പാള് 3 മണിക്ക് ശേഷമുള്ള ഒരു പാള്, കാരണം 2:45 ഈ പാള് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിനു മുമ്പ് ഇവിടെ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ എന്തിനായിരുന്നു? നമുക്ക് ഈ ഒരു ലെവലുകൾ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് മേലേക്കുള്ള ട്രേഡുകൾ പ്ലാൻ ചെയ്ത് തുടങ്ങാമായിരുന്നു. അപ്പം നമുക്ക് ഇപ്പം കറൻ്റ് എന്താണ്, ഒരു സെല്ലേഴ്സിന് അനുകൂലമായിട്ടുള്ള മാർക്കറ്റ് ആയതുകൊണ്ട് നാളെ ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ചെയ്തു. മാർക്കറ്റ് എന്ത് ചെയ്യാം? ഈ ഒരു ഏരിയയിൽ ട്രേഡ് ചെയ്യാനുള്ള സാധ്യത ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്താൽ എന്തുണ്ട്? മാർക്കറ്റിൽ 2 സോണുകൾ കിട്ടാമെന്നുള്ളതുകൊണ്ട് ഈ ഒരു ഏരിയക്ക് താഴെ മുകളിൽ എന്ത് ചെയ്യാൻ പറ്റും? മാർക്കറ്റിൽ സെല്ലേഴ്സിന് അനുകൂലമായിട്ട് നിൽക്കാം, അല്ലെങ്കിൽ സെല്ലേഴ്സിന് ട്രേഡ് ചെയ്യാമെന്നുള്ളതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? മാർക്കറ്റ് സൈഡ് വൈസ് ആയിട്ട് തീരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇനി ബജറ്റ് വരേക്ക് ഒരു വോളറ്റിലിറ്റി ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതുകൊണ്ടും ഈ ഒരു ഗ്യാപ്പ് അപ്പോ ഗ്യാപ്പ് ഡൗണിലോ നമുക്ക് കാര്യമായിട്ട് ട്രേഡ് കിട്ടാൻ സാധ്യതയില്ല എന്നുള്ളതുകൊണ്ടും ബാങ്ക് നിഫ്റ്റി അതിൽ ട്രേഡുകൾ നാളേക്ക് ഞാൻ പ്ലാൻ ചെയ്യുന്നില്ല. അപ്പോൾ ഇൻ കേസ് ഇനി വലിയ ഗ്യാപ്പ് അപ്പിൽ അല്ലെങ്കിൽ ഈ ഏരിയക്ക് മുകളിൽ ഉച്ചയ്ക്ക് ശേഷം നിൽക്കുകയാണ്, എന്നിട്ട് ഈ ലെവൽ ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ ഞാൻ നിലവിൽ ബാങ്ക് നിഫ്റ്റി ട്രേഡ് പ്ലാൻ ചെയ്യുന്നുള്ളൂ. അതല്ലാതെങ്കിൽ ബാങ്ക് നിഫ്റ്റി നാളെ ട്രേഡുകളൊന്നും പ്ലാൻ ചെയ്യുന്നില്ല. കാരണം സെല്ലേഴ്സിന് SL വെക്കാനുള്ള ഏരിയ മാർക്കറ്റിൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പം എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ഏരിയയിൽ ഓപ്പൺ ചെയ്താൽ എന്ത് ചെയ്യാൻ പറ്റും? സെല്ലേഴ്സിന് കോൾ സൈഡിലും പുട്ട് സൈഡിലും സെല്ല് ചെയ്തിട്ട് പൊസിഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതുകൊണ്ടാണ് നിഫ്റ്റി ബാങ്ക് ഒഴിവാക്കുന്നത്. അതായത് സൈഡ് വൈസ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നുള്ളതാണ്. ഇനി നിഫ്റ്റി 50-ലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കുറച്ചും കൂടെയൊക്കെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഡൗൺ സൈഡ് ഈ ഒരു ഏരിയ 22,794 എന്നുള്ള ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡൗൺ സൈഡ് ട്രേഡുകൾ പ്ലാൻ ചെയ്ത് തുടങ്ങാൻ പറ്റും. നിഫ്റ്റി 50-ൽ ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഡൗൺ സൈഡ് ട്രേഡുകൾ പ്ലാൻ ചെയ്യാം. നമ്മൾ ഫ്ലാറ്റ് ഓപ്പണിങ്ങിൽ ഈ ഒരു റേഞ്ച് അല്ലെങ്കിൽ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുന്നത് വരെ എന്ത് ചെയ്യുന്നില്ല, ഈ ഒരു സോണിൽ ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നില്ല. നമുക്ക് ആകെ ട്രേഡ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഇതിൻ്റെ താഴെ 22,800 അല്ലെങ്കിൽ 794 എന്നുള്ള ലെവൽ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് നമ്മൾ ഡൗൺ സൈഡ് ട്രേഡ് പ്ലാൻ ചെയ്യുന്നത്. ഇനി അപ്പ് സൈഡ് ട്രേഡ് പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? മാർക്കറ്റിൽ ഈ ഒരു സോൺ നമുക്ക് എന്ത് ചെയ്യണം? ബ്രേക്ക് ചെയ്ത് കിട്ടണം. അതല്ലാന്നുണ്ടെങ്കിൽ ഫ്ലാറ്റ് ഓപ്പൺ ചെയ്ത് ചെറിയ ഒരു മൊമെൻ്റ് കിട്ടുകയാണെങ്കിൽ നമുക്ക് സ്കാൽപ്പിംഗ് ടൈപ്പ് എൻട്രി എന്ത് ചെയ്യാം? ഈ ഒരു ലെവലിൽ നിന്ന് ഇതുവരെ പ്ലാൻ ചെയ്യാൻ പറ്റും. അതിനപ്പുറത്തേക്ക് നമുക്ക് എന്തില്ല ട്രേഡുകൾ പ്ലാൻ ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനിലല്ല ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത്. ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത അത്യാവശ്യം പോയിന്റ് ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്യുന്നത്. ഇപ്പം ഈ ഒരു ലെവൽ നോക്കുകയാണെങ്കിൽ അറിയാം 23,264 മുതൽ 130 ഏകദേശം 130-140 പോയിന്റിൻ്റെ മൂവ്മെൻറ്റ് കിട്ടാനുള്ള സാധ്യത ഉണ്ടായതുകൊണ്ട് പ്രീമിയത്തിൽ 50-60 രൂപ കയറാമെന്നുള്ളതുകൊണ്ട് മാത്രമാണ് നമ്മളിവിടെ ട്രേഡ് പ്ലാൻ ചെയ്യുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെയും നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്യാനുള്ള ഒരു പ്രോബിലിറ്റി കാണിക്കുന്നില്ല. ഇപ്പോൾ ഫ്ലാറ്റ് ഓപ്പൺ ചെയ്ത് കയറുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടുന്ന് കൺസോളിഡേറ്റ് ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെങ്കിൽ ട്രേഡ് പ്ലാൻ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഏരിയ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? താഴേക്കുള്ള ട്രേഡ് പ്ലാൻ ചെയ്യാം. ഇതിനിടയിൽ ട്രേഡുകളൊന്നും പ്ലാൻ ചെയ്യുന്നില്ല. ഈ വലിയ ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു സോൺ ബ്രേക്ക് ഔട്ട് കിട്ടുന്ന സമയത്ത് നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം. ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് 23,446 എന്നുള്ള ലെവൽ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഉള്ള ട്രേഡുകളായിരിക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇതിവിടെ വന്നിട്ട് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. 23,446 എന്നുള്ള ലെവൽ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. കാരണം ഈ ഒരു വലിയ റെഡ് ക്യാൻഡിൽ ഫോം ചെയ്ത ലെവലാണ്. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ മാർക്കറ്റ് എന്ത് ചെയ്യാം? റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുമെന്നുള്ളത് താഴത്തേക്ക് വരാനുള്ള സാധ്യത. അപ്പോൾ അതിൻ്റെ മുകളിൽ ഓപ്പണിംഗ് കിട്ടുകയാണ്, അതിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ
പ്രോബിലിറ്റി എന്ന് പറയുന്നത് മാർക്കറ്റ് മേലേക്ക് പോകാൻ തന്നെയാണ്. അപ്പോൾ മേലേക്കുള്ള ട്രേഡുകൾ നമുക്ക് പ്ലാൻ ചെയ്ത് തുടങ്ങാം. ഇനി ഇന്നത്തെ സെൻസെക്സിൻ്റെ ട്രേഡ് കൂടെ നമുക്ക് നോക്കാം. സെൻസെക്സിൽ കാര്യമായിട്ട് പ്രീമിയം മൂവ്മെൻറ്റുകളൊന്നും ഉണ്ടായില്ല. രാവിലെ ഒരു മൂവ്മെൻറ്റ് കാണിച്ചു, ഈ ഒരു പിന്നെ ബ്രേക്ക് ഔട്ടിൽ അത്യാവശ്യം നല്ല മൂവ്മെൻറ്റ് കാണിച്ചു. അതിനുശേഷം എന്ത് ഉണ്ടായില്ല, മാർക്കറ്റ് പക്ക സൈഡ് വൈസ് ആയിട്ടാണ് നിന്നത്. അതേപോലെ തന്നെയാണ് വൈകുന്നേരം ഈ ഒരു ബ്രേക്ക് ഔട്ടിൽ പ്രീമിയം 80 രൂപയുടെ പ്രീമിയം 200 രൂപ പോയിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ അത് കൂടുതൽ പ്രീമിയം പമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു വെച്ചാൽ മാർക്കറ്റിൽ ഒരു ഷാർപ്പ് സെല്ലോപ്പ് ആണ് വന്നത്, 2.25 കൂടി ഷാർപ്പ് സെല്ലോപ്പാണ് വന്നത്. അപ്പോൾ നിങ്ങൾക്ക് പ്രീമിയത്തിൻ്റെ ചാർട്ട് നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പം 76,000 കോൾ ഓപ്ഷൻ്റെ പ്രീമിയം നമുക്ക് നോക്കാം. ജസ്റ്റ് 76,000 കോൾ ഓപ്ഷൻ്റെ പ്രീമിയം ജസ്റ്റ് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഈ സമയത്ത് 278 562 വരെയൊക്കെ ആ ഒരു പമ്പിൽ പോയത്. അതിനുശേഷം എന്ത് ചെയ്തു, അത് തിരിച്ച് അതേപോലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ പിന്നെ അതേപോലെ 76,000 പുട്ടിൻ്റെ പ്രീമിയം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എത്ര സ്പീഡിലാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ആ മാർക്കറ്റ് റിയാക്ട് ചെയ്തെന്നുള്ളത്. ഇവിടെ വന്ന പ്രീമിയം നോക്കിയാൽ മതി, ഏകദേശം 5 രൂപ അല്ലെങ്കിൽ 4 രൂപ വരെ വന്നു. അത് കഴിഞ്ഞ് 236 തിരിച്ചു കയറി. അപ്പോൾ ഈ ഒരു ഫാളാണ് സത്യം പറഞ്ഞാൽ എന്ത് ചെയ്തത് മാർക്കറ്റിൽ ഇന്നുണ്ടാക്കിയ എല്ലാ ആശയക്കുഴപ്പങ്ങളും കാരണം. ഇതില്ല ഇവിടെ തന്നെ ഹോൾഡ് ചെയ്യാണ്. എന്തുണ്ട്, നമുക്ക് ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് മേലേക്കുള്ള ട്രേഡുകൾ ഒക്കെ പ്ലാൻ ചെയ്ത് തുടങ്ങായിരുന്നു. ഫസ്റ്റ് ടാർഗറ്റ് ഇവിടെ വെക്കായിരുന്നു. അതിനുശേഷം മാറി സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യാം, 77 800 77 225 പ്ലാൻ ചെയ്തിട്ട് മേലേക്കുള്ള ട്രേഡുകളും പ്ലാൻ ചെയ്യായിരുന്നു. അപ്പോൾ ഇപ്പം ഒരു കൺഫ്യൂസിങ് സ്റ്റേജിലാണ് മാർക്കറ്റ് ഇന്ന് ക്ലോസ് ചെയ്തു എന്നുള്ളതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നാളെ ഓപ്പൺ ചെയ്യുന്നത് ഗ്യാപ്പ് ഡൗണിലാണെങ്കിൽ അതിനനുസരിച്ച് എന്ത് ചെയ്യാം, ഈ ലെവലിൻ്റെ താഴെ ഓപ്പൺ ചെയ്യുന്നുണ്ട്. അതിനുശേഷം മാർക്കറ്റ് ഈ ഒരു ലെവലിൽ കൺസോളിഡേറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് ബ്രേക്ക് ഡൗൺ കിട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യാം, താഴേക്കുള്ള ട്രേഡുകൾ പ്ലാൻ ചെയ്ത് തുടങ്ങാം. ഇൻ കേസ് നാളെ ഫ്ലാറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നല്ല എന്ത് വേണം, ഈ ഒരു ട്രെൻഡ് ലൈനിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യണം. അതല്ലെങ്കിൽ ഈ ഒരു ലെവലിന് താഴെ വന്നാൽ മാത്രമേ നമ്മൾ ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നുള്ളൂ. ഇവിടെ നമ്മൾ ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നില്ല. മിക്കവാറും കഴിഞ്ഞ ദിവസങ്ങളെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു സൈഡ് വൈസ് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ മാർക്കറ്റ് ഒരു സൈഡ് വൈസ് ആയിട്ട് നിൽക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ ഈ ലെവലിൽ നിന്ന് ഇങ്ങോട്ട് 13-ാം തീയതി മുതൽ ഇന്ന് വരെ കാര്യമായിട്ട് മൂവ്മെൻറ്റുകളൊന്നുമില്ല. വലിയ വലിയ ക്യാൻഡിൽസ് ഫോം ചെയ്യുന്നുണ്ട്, പക്ഷേ മാർക്കറ്റ് ഒരു റേഞ്ച് തന്നെ നിൽക്കുന്നത്. അപ്പോൾ ഈ റേഞ്ച് ബ്രേക്ക് ഡൗൺ കിട്ടുന്നതായിരിക്കും ഉണ്ടാവുക നമ്മളെ സംബന്ധിച്ച് നല്ലൊരു സെൽ ഓഫ് മാർക്കറ്റ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഓൾറെഡി നിഫ്റ്റിയും പിന്നെ നെഗറ്റീവ് ആയതുകൊണ്ട് നിഫ്റ്റി താഴെ വരികയാണെങ്കിൽ സെൻസെക്സ് ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും, അതും കൂടെ പോരും എന്നുള്ളതുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് ഡൗൺ സൈഡ് ട്രേഡുകൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാം. ഇനി അപ്സൈഡ് പോകുന്ന സമയത്ത് നിഫ്റ്റി ബാങ്കിൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സോൺ നോക്കാം. നമുക്ക് ഈ സോണാണ് 49,554 മുതൽ 49,671. ഇതിൻ്റെ മുകളിൽ ഒരു ക്യാൻഡിൽ ക്ലോസിങ് കറക്റ്റായിട്ട് തരികയാണെങ്കിൽ അടുത്ത ദിവസം മുതൽ എന്ത് ചെയ്യാൻ പറ്റും, ലോങ് എൻട്രികൾ പ്ലാൻ ചെയ്ത് തുടങ്ങാം. ഓൾറെഡി ഇന്നൊക്കെ ബാങ്കിങ് സ്റ്റോക്കുകൾ പോസിറ്റീവാണ്. ഇന്നും ഇന്നലെയും ഞാനൊക്കെ ബാങ്കിങ് സ്റ്റോക്കുകളാണ് പോസിറ്റീവായിട്ടുള്ളത്. ഇന്ന് ആക്സിസ് ബാങ്ക്, HDFC ബാങ്ക്, HDFC ബാങ്ക്, ഈ 3 ബാങ്ക് ചെയ്തിട്ടുണ്ട് ഏകദേശം 1%, 3%-ഒക്കെ മുകളിൽ മൂവ്മെൻറ്റ് തന്നു എന്നുള്ളതുകൊണ്ട് തന്നെ ബാങ്കിങ് സെക്ടറും അത്യാവശ്യം പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നാളേക്കുള്ള നമ്മുടെ മാർക്കറ്റിൻ്റെ അനാലിസിസ് എന്ന് പറയുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക.